സംസ്ഥാനത്ത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സാധനങ്ങൾക്ക് വില വർദ്ധിക്കും. സബ്സിഡിയായി നൽകി വന്ന 13 ഇനം സാധനങ്ങൾക്കാണ് വില വർദ്ധിക്കുന്നത്. 55% സബ്സിഡി 35%ആക്കി സർക്കാർ കുറച്ചു. വില വർദ്ധിപ്പിക്കണമെന്നുള്ള ഭക്ഷ്യവകുപ്പിന്റെ നിർദ്ദേശം മന്ത്രിസഭാ യോഗം അംഗീകരിക്കുകയായിരുന്നു. സബ്സിഡി ഇനത്തിൽ നൽകി വന്നിരുന്ന 13 ഇനം സാധനങ്ങളുടെ വിലയാണ് വർദ്ധിക്കുക. ചെറുപയർ, ഉഴുന്ന്, വൻകടല, വൻപയർ, തുവരപ്പരിപ്പ്, മുളക്, മല്ലി, പഞ്ചസാര, വെളിച്ചെണ്ണ, ജയ അരി, കുറുവ അരി, മട്ട അരി, പച്ചരി എന്നിവയുടെ വിലയാണ് വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗമാണ് വില വർധനവിന് അംഗീകാരം നൽകിയത്. ഇതോടെ 55% സബ്സിഡി 35%ആയി കുറയും. ഭക്ഷ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം. സപ്ലൈകോയിലെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ ഭക്ഷ്യവകുപ്പ് നിർദ്ദേശിക്കുകയായിരുന്നു. CPI ആണ് വകുപ്പ് കൈകാര്യം ചെയ്തത്. മുന്നണിയിലെ നേതാക്കളും വിലവർധനവിനോട് അനുകൂല നിലപാട് പ്രകടിപ്പിച്ചിരുന്നു. തുടർന്ന് നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ നവംബറിൽ ചേർന്ന LDF യോഗം വിലവർധനവിന് അംഗീകാരം നൽകുകയായിരുന്നു. തുടർന്ന് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കൂടി കണക്കിലെടുത്താണ് വിലവർധനവ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സപ്ലൈകോ. അവശ്യ സാധനങ്ങൾക്കായി സപ്ലൈകോയിലെത്തുന്നവർ മടങ്ങിപ്പോകുന്ന സാഹചര്യമാണുള്ളത്. പൊതുവിപണിയിലും അവശ്യ സാധനങ്ങളുടെ വില രൂക്ഷമാണ്. അതിനിടയിലാണ് സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള സർക്കാർ നടപടി. ജനം, തിരുവനന്തപുരം.